കഴിഞ്ഞ ദിവസം നമ്മൾ റിയൽമിയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള റിയൽമി 12 പ്രോ പ്ലസ് നമ്മൾ റിവ്യൂ ചെയ്തിരുന്നു. ഇതാണ് റിയൽമി 12 പ്രോ പ്ലസ്. കാണാൻ അടിപൊളി ലുക്കായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയത്. അതിനോടൊപ്പം കുറച്ചുകൂടി വില കുറച്ചുകൊണ്ട് റിയൽമി ഇറക്കിയ സ്മാർട്ട് ഫോണാണ് റിയൽമി 12 പ്രോ. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചയിൽ ഏകദേശം രണ്ടും ഐഡന്റിക്കൽ ആണ് എന്ന് മനസ്സിലാവും. അപ്പോൾ ഈ രണ്ട് ഫോണുകൾ നമ്മൾ കാര്യമായിട്ട് ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. പ്രൈസിനകത്ത് ഏകദേശം 4000 രൂപയോളം ഡിഫറൻസ് വരുന്നുണ്ട്. പ്രോ പ്ലസിനേക്കാൾ കുറവാണ് പ്രോയ്ക്ക്. അപ്പോൾ ഈ പ്രോ പ്ലസിന് വന്നിട്ട് 29,999 ആയിരുന്നു സ്റ്റാർട്ടിംഗ് പ്രൈസ്. റിയൽമി 12 പ്രോയ്ക്ക് വന്നിട്ട് 25,999 സ്റ്റാർട്ടിംഗ് പ്രൈസ്. അപ്പോൾ ആ ഒരു 4000 രൂപയുടെ കുറവാണ് ഇവിടെ പ്രോയ്ക്കുള്ളത്. എന്നാൽ ഈ രണ്ട് ഫോണുകളും തമ്മിൽ വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. എസ്പെഷ്യലി കാണാൻ ആ ഡിസൈൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഡിറ്റോ സെയിം സ്മാർട്ട് ഫോൺ ആയിട്ട് തോന്നും. എനിക്ക് ആ ഒരു കളർ ഇഷ്ടം ഈ പറഞ്ഞ ഒരു ഡാർക്ക് ബ്ലൂ ആണ്. എന്നാൽ ഈ ഒരു 12 പ്രോയുടെ കേസിൽ നമുക്ക് വന്നത് ഈ ഒരു ബീജ് കളറാണ് ബാക്ക്. രണ്ട് ഫോണുകളുടെയും ബാക്ക് ഇത്തരത്തിൽ ലെതർ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നല്ലൊരു സുഖമുണ്ട്. വീഗൻ ലെതറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ക്യാമറ മുടികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടെ ഈ ഒരു ബ്ലൂ കളർ കൂടെ വന്നപ്പോൾ കറക്റ്റ് ഈ ഫോണിനകത്ത് മറ്റേ റോളക്സ് വാച്ചിൻ്റെയൊക്കെ ഒരു ഡിസൈൻ ഇൻസ്പയർ ചെയ്താണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെയും ഏകദേശം അതുപോലെ തന്നെയാണ് ഒരു ക്ലാസിക് വാച്ചിൻ്റെ ഒരു ലുക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. റോളക്സിൻ്റെയൊക്കെ ഡിസൈനേഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് റിയൽമി ഈ ഒരു ഫോൺ ഡിസൈൻ ചെയ്തതെന്നാണ് അറിയിക്കുന്നത്. ഇവിടെയും ഒരു മെറ്റാലിക് സ്ട്രിപ്പ് ഉണ്ട്, റിയൽമി എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്കിൽ ഈ രണ്ട് വശങ്ങളും കർവ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഹോൾഡ് ചെയ്യാൻ നല്ല സുഖമുണ്ട്. മുകളിൽ സ്പീക്കർ ഗ്രില്ല്, അതുപോലെ മൈക്രോഫോൺ, താഴെ വരുമ്പോൾ സ്പീക്കർ ഗ്രില്ല്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, സിം ട്രേ, മൈക്ക് കാണാം. ഇടത് സൈഡിൽ ഒന്നുമില്ല. വലത് സൈഡിൽ വോളിയം റോക്കറ്റ്സും പവർ ബട്ടണുമാണ് കാണുന്നത്. ഈ ഒരു ഫോണിനകത്ത് നമ്മൾ 12 പ്രോ പ്ലസിൽ കണ്ടതുപോലെ തന്നെ ഡുവൽ നാനോ സിം കാർഡാണ്. മെമ്മറി എക്സ്പാൻഷൻ സാധ്യമല്ല. അതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്തും 3.5mm ഓഡിയോ ജാക്ക് കണക്ട് ചെയ്യാനും സാധിക്കില്ല എന്ന് ഓർമ്മിക്കട്ടെ. അപ്പോൾ ഇത് തമ്മിൽ നമ്മൾ ഡിസൈനിലേക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഒരു പ്രധാന വ്യത്യാസം, ഇവിടെ ക്യാമറ മോഡിൽ 120x സൂം എന്ന് എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ 12 പ്രോയുടെ കേസിൽ അത് 20x സൂം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് 120x വരെ സൂം ചെയ്ത് ഫോട്ടോ എടുക്കാമെങ്കിൽ ഇതിൽ 20x വരെ സൂം ചെയ്തുകൊണ്ട് ഫോട്ടോ എടുക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. ഡിസ്പ്ലേ വിഭാഗവും എല്ലാം ഐഡന്റിക്കൽ ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈവൻ ഇതിൻ്റെ ആ ഒരു തീം പോലും അല്ലേ, ബ്ലൂ കളർ തീം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ ഒരു ഇഷ്ടം ഞാൻ പറയാം, ഇവിടെ ബാക്കിൽ ബ്ലൂ കളർ വന്നപ്പോൾ തീം ബ്ലൂ കളർ ചേരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു ബീജ് കളർ വന്നപ്പോൾ അതിൻ്റെ തീം ഈ പറഞ്ഞ ഒരു ബീജ് തീം ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ രസമായിരുന്നു കാണാൻ. നമുക്ക് വേണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്തൊക്കെ ഇടാൻ സാധിക്കുമായിരിക്കാം. എന്ത് തന്നെയാലും അങ്ങനെ ബൈ ഡിഫോൾട്ട് കൊടുത്തെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പോൾ ഡിസ്പ്ലേ വിഭാഗം നോക്കി കഴിഞ്ഞാൽ ഏകദേശം എല്ലാം ഐഡന്റിക്കൽ രീതി തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തും വന്നിരിക്കുന്നത്. കാര്യമായിട്ടുള്ള യാതൊരു വ്യത്യാസവും ഡിസ്പ്ലേയിലും വന്നിട്ടില്ല. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും 10-bit ഡിസ്പ്ലേയും എല്ലാം കൊടുത്തിട്ടുണ്ട്. സെയിം ഡിസ്പ്ലേ സൈസാണ്. 6.7 ഇഞ്ചിന്റെ OLED ഡിസ്പ്ലേ ആണ്. അതെല്ലാം ഈ രണ്ട് സ്മാർട്ട് ഫോണുകളിലും എല്ലാം സെയിം ആണ്. പിന്നീട് വ്യത്യാസം വരുന്ന കാര്യം എന്ന് പറയുന്നത് 12 പ്രോയിലേക്ക് വരുമ്പോൾ അതിന്റെ പ്രോസസറിലൊക്കെ കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ രണ്ട് ഫോണിന്റെയും എബൌട്ട് സെക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 12 പ്രോ പ്ലസിനകത്ത് സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന് പറയുന്ന പ്രോസർ ആയിരുന്നു നൽകിയിരുന്നെങ്കിൽ ഇവിടെ 12 പ്രോയിൽ 6 Gen 1 എന്ന സ്നാപ്ഡ്രാഗൺ പ്രോസറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഒരു വ്യത്യാസം. അതുപോലെ ഇവിടെ നമുക്ക് മാക്സിമം 12GB റാം 256GB പ്രോ പ്ലസിൽ വന്നിരുന്നപ്പോൾ ഇവിടെ മാക്സിമം നമുക്ക് വരുന്നത് 8GB റാം 256 ആണ് ഇതിൻ്റെ ഒരു ഹയർ വേരിയൻറ്റ് വരുന്നത്. അങ്ങനെ പ്രോസസ്സറിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ 12 പ്രോ പ്ലസിനേക്കാളും അല്പം താഴ്ന്നു നിൽക്കുന്ന പെർഫോമൻസ് ആണ് 12 പ്രോ തീർച്ചയായിട്ടും കാണിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഈ ഒരു ഫോണിന്റെ AnTuTu സ്കോർ ടെസ്റ്റ് ചെയ്തു. 12 പ്രോയുടെ വന്നിട്ട് 5.5 ലക്ഷം AnTuTu സ്കോർ ആണ് വരുന്നത്. എന്നാൽ പ്രോ പ്ലസിൽ ഏകദേശം 6.25 ലക്ഷം AnTuTu സ്കോർ വന്നു. അപ്പോൾ ചെറിയൊരു ഡിഫറൻസ് പെർഫോമൻസിൽ AnTuTu സ്കോറിൽ തന്നെ എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ കാണിക്കുന്നുണ്ട്. ഓർക്ക് ഈ ഒരു ഫോണിനകത്തും 90 FPS ഒന്നും BGMI സപ്പോർട്ടില്ല. നമുക്ക് ഒരു മീഡിയം സെറ്റിങ്ങിൽ നമുക്ക് ഗെയിം കളിക്കാൻ സാധിക്കും. ഒരു ഭയങ്കരമായിട്ടുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഓർക്ക് ഇതൊരു ഭയങ്കര ഗെയിമിംഗ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഒരു ഫോണൊന്നും അല്ല. അതുപോലെ ക്യാമറ സെൻട്രിക് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫോണിനെ വിശേഷിപ്പിക്കേണ്ടി വരും. ബാറ്ററി എല്ലാം ഈ രണ്ട് ഫോണുകളിലും സെയിം ആണ്. 5000 mAh ബാറ്ററിയാണ്. ഇതിനകത്തും 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെയുള്ള ബാക്കി കാര്യങ്ങളെല്ലാം ഈ ഒരു ഫോണിനകത്തും സെയിം ആണ്. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു പ്രോസസറിൽ ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നീട് വരുന്ന പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിന്റെ ക്യാമറയിലാണ്. അതായത് പ്രോ പ്ലസിൽ വന്ന് 64-50-8 എന്ന ക്യാമറ സെറ്റപ്പ് ആണെങ്കിൽ ഇതിൽ 32-50-8 എന്ന ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. പ്രോ പ്ലസിൽ ഇത്തരത്തിലൊരു പെരിസ്കോപ്പിക് സെൻസർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് 64 മെഗാ പിക്സലിൻ്റെത്. ഇവിടെ അത് പെരിസ്കോപ്പിക് സെൻസർ അല്ല. സാധാരണ മെയിൻ ക്യാമറ വന്നിട്ട് 50 മെഗാ പിക്സൽ, 8 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, ഒരു 32 മെഗാ പിക്സലിലെ ടെലി സെൻസർ എന്നിവയാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സെൽഫി വന്നിട്ട് ഇതിനകത്ത് 32 മെഗാ പിക്സൽ ആയിരുന്നു പ്രോ പ്ലസിലെങ്കിൽ ഇവിടെ 16 മെഗാ പിക്സലിന്റെ നോർമൽ സെൻസറാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. നമ്മൾ ക്യാമറ ആപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ 0.6 വൈഡ് ആംഗിൾ എടുക്കാം, 1x, 2x, 4x എടുക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മാക്സിമം 20x വരെ സൂം ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും. ക്യാമറ ആപ്പിലേക്ക് വന്നാൽ നൈറ്റ്, സ്ട്രീറ്റ്, വീഡിയോ, ഫോട്ടോ, പോർട്രേറ്റ്, മോറിലേക്ക് വരുമ്പോൾ ഇത്രയും ഓപ്ഷനുകൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കുന്നുണ്ട്.
സൗണ്ട് ക്വാളിറ്റി ഒരു രക്ഷയില്ല കേട്ടോ. അത് ഞാൻ ഇന്നലെ പ്രോ പ്ലസ്സിലും ഞാൻ പറഞ്ഞതാണ്, അടിപൊളി സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ഫോൺ. സ്റ്റീരിയോ ആണ് അത്. പല ഫോണുകളിലും നമ്മൾ സ്റ്റീരിയോ സൗണ്ട് കേൾക്കുന്നെങ്കിൽ ഇതിനകത്തൊരു ബെറ്റർ ക്വാളിറ്റി സൗണ്ട് തന്നെ കിട്ടുന്നുണ്ട്. അടിപൊളി സ്റ്റീരിയോ സൗണ്ട്, ഹൈറസ് ഓഡിയോ സപ്പോർട്ടും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫോണിനകത്ത് ആൻഡ്രോയിഡ് 14 അധിഷ്ഠിതമായിട്ട് റിയൽമിയുടെ ലേറ്റസ്റ്റ് യു ഐ ആയിട്ടുള്ള റിയൽമി UI 5 ആണ് നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കുറച്ച് ബ്ലോട്ട് വേസുകളുണ്ട്. ഇത് സ്പോട്ടിഫൈ, സ്നാപ്ചാറ്റ്, അതുപോലെ ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് തുടങ്ങിയ ചില റെക്കമെൻഡേഷൻ ആപ്ലിക്കേഷൻ മാർക്കറ്റുകളും ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ റിയൽമി പ്രോ പ്ലസിനകത്ത് ഈ കാര്യം ഇതുപോലെ പറഞ്ഞപ്പോൾ അതിൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് വന്ന ഒരാളുണ്ട്, എന്തിനാ ഇത്രയും കുറ്റം പറയുന്നത് ആ ബ്ലോട്ട് വേസിനെ, ഞങ്ങൾ റിയൽമിയുടെ 11 സീരീസ് ഫോൺ ഉപയോഗിക്കുന്നതാണ്, അതിനകത്ത് ഞങ്ങൾക്ക് ഈ ഒരു ബ്ലോട്ട് വേസുകൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കലുകളൊന്നും വരുത്തുന്നില്ലല്ലോ എന്നൊരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു. അത് ശരിയാണ്, ഒരുപക്ഷെ ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നവർക്ക് അതൊരു പ്രശ്നമായി ചിലപ്പോൾ തോന്നാറില്ല. പക്ഷേ നമ്മൾ പല ബ്രാൻഡിൻ്റെ യൂസർ ഇൻ്റർഫേസുകൾ കാണുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഇത്രയും ആപ്ലിക്കേഷനുകൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇതിനകത്ത് ആവശ്യമില്ലാതെ കുറേ ആപ്ലിക്കേഷൻസ് ഇതിൽ കിടക്കുന്നുണ്ട്. ഒരുപക്ഷെ സ്ഥിരമായി ഈ ഒരു ഫോൺ ഉപയോഗിക്കുമ്പോൾ അത് ആർക്കും ഒരു പ്രശ്നമായി തോന്നില്ല അദ്ദേഹം പറഞ്ഞതുപോലെ. പക്ഷേ എന്നിരുന്നാലും ഒരു കാര്യം പറയാൻ സാധിക്കും, ഒരുപാട് നോട്ടിഫിക്കേഷനിൽ വരും. നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനുകളിൽ നിന്നൊക്കെ നോട്ടിഫിക്കേഷനുകൾ വരും. അതൊന്നും ചിലർക്കൊരു പ്രശ്നമേ ആവില്ല, കാരണം ഈ നോട്ടിഫിക്കേഷൻ എടുത്ത് വെച്ച് നോക്കാത്തവർക്കൊന്നും അതൊരു വിഷയമായില്ല. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഫോണിനകത്ത് നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ പോലും എനിക്ക് ആവശ്യമില്ലാത്തത് വന്ന് നമ്മളെ വെറുതെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. മാത്രമല്ല, ഇതുപോലെ അനാവശ്യ ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് ഒരുപാട് ഉണ്ടെങ്കിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ബാറ്ററി അത് നമ്മളറിയാതെ ബാക്ക്ഗ്രൗണ്ടിൽ ഊറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഡേറ്റ സെക്യൂരിറ്റി, അങ്ങനെയുള്ള പല വിഷയങ്ങളുള്ളതുകൊണ്ടാണ് ഈ ബ്ലോട്ട് വേസുകൾ നമ്മൾ വലിയൊരു കുറ്റമായി തന്നെ പറയുന്നത്. അത് ഇവിടെയും ഉണ്ട്. അപ്പോൾ അടുത്തായിട്ട് ഇതിൻ്റെ ഒരു പ്രൈസിംഗ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 12 പ്രോ പ്ലസിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 29,999 രൂപയാണ്. അതുപോലെ 12 പ്രോയുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് 25,999 രൂപയ്ക്കാണെങ്കിലും 2,000 രൂപ ഒരു ഫ്ലാറ്റ് ഓഫർ ഡിസ്കൗണ്ട് ഇപ്പോൾ റിയൽമി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്തുകൊണ്ട് നമുക്ക് നിലവിൽ ഈ ഒരു സ്മാർട്ട് 23,999 രൂപയ്ക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ ആ പ്രൈസ് പോയിന്റിൽ ഇത്തരത്തിൽ കർവ്ഡ് ഡിസ്പ്ലേ, അതുപോലെ മികച്ച സൗണ്ട് ക്വാളിറ്റി, ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസ്, മീഡിയം ഗെയിമിംഗ് എക്സ്പീരിയൻസ്, നല്ല ഡിസൈൻ ഒക്കെ നൽകുന്ന ഒരു സ്മാർട്ട് ഫോൺ എന്ന ഗണത്തിൽ ഇതിനെ പെടുത്താം. ഇതിൻ്റെ കുറവുകളായിട്ട് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ അനാവശ്യമായിട്ടുള്ള ബ്ലോട്ട് വേസിൻ്റെ എണ്ണം കുറച്ച് കൂടുതലാണ്. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് വാങ്ങുന്നവർ ഓർക്കേണ്ടതുണ്ട്. മെമ്മറി കാർഡ് ഇടാനും സാധിക്കില്ല.